വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് കുറേ നാളായിട്ട് വന്നൊരു വീഡിയോ ആണ് മേക്കപ്പ് കളക്ഷൻ കാണിക്കുമെന്ന്. അപ്പം എൻ്റെ മേക്കപ്പ് കളക്ഷൻ അത്യാവശ്യം വലുതാണ്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് മെസ്സി ആയിട്ട് കിടക്കണേ, അപ്പം അത് ശരിയാക്കിക്കൊണ്ട് നിങ്ങളെയും കാണിച്ച് പ്രോഡക്റ്റ്സൊക്കെ കാണിച്ച് ചെയ്യുന്നു. അപ്പം ഞാനിപ്പം ഇതല്ലാതെയും എൻ്റെ കയ്യിൽ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഉണ്ട്. പക്ഷേ മെസ്സി ആയിട്ടുള്ള ഈ ഒരു ബാഗും പിന്നെ ഈ 2 ബാഗും ആയിരിക്കും ഞാനിപ്പം ചെയ്യാൻ പോണത്. പിന്നീട് എൻ്റെ മേക്കപ്പ് കളക്ഷൻസൊക്കെ പിന്നെയും ഉള്ളതൊക്കെ ഞാൻ കാണിക്കാം. അല്ലാതെ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. മേക്കപ്പ് ബ്ലോഗ്, ലിപ് സീരീസ്, അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം അത്യാവശ്യം മെസ്സായിട്ടിരിക്കണം ഈ ഒരു മേക്കപ്പ് ബാഗ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചേക്കണം. അത്യാവശ്യം നല്ലോണം പ്രോഡക്റ്റ്സ് ഇതിൽ കൊള്ളൂ കേട്ടോ. അപ്പം ഞാൻ കാണിക്കാം. ഇതൊരു ബ്ലഷാണ്. ഇത് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ റെവല്യൂഷൻ്റെ 2 ഐ ഷാഡോ പാലറ്റാണിത്. ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് കുറച്ച് പഴയതാണ്. സോ ഞാൻ അങ്ങനെ കുറച്ച് കഴിഞ്ഞ പ്രോഡക്റ്റ്സ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ശരിക്കും ഇത് 12 months യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാനിങ്ങനെ എടുത്ത് വെച്ചേക്കണേന്. ഞാൻ നോർമലി അങ്ങനെയാണ്, 12 months ഒക്കെ കഴിഞ്ഞ് ഇത് യൂസ് ചെയ്യാൻ പാടില്ല ഓപ്പൺ ചെയ്താൽ. ബട്ട് ചിലവരത് യൂസ് ചെയ്യും, പക്ഷെ ഞാനത് യൂസ് ചെയ്യില്ല. ബട്ട് സ്റ്റിൽ എനിക്കിത് റെവല്യൂഷൻ്റെ പാലറ്റ് ചുമ്മാ എനിക്ക് വെക്കണം എന്ന് തോന്നി, അങ്ങനെ ഇത് വെച്ചേക്കണം കേട്ടോ. സോ എനിക്ക് റെവല്യൂഷൻ്റെ പാലറ്റ്, ഐ ഷാഡോ പാലറ്റ് അത്ര ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും എനിക്ക് ഭയങ്കര ഫേവറേറ്റാണെന്ന് പറയില്ല. കാര്യം അത് പിഗ്മെൻറ്റഡ് ഒക്കെയാണ്, പക്ഷെ അത് അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല. അപ്പോൾ നമുക്കത് മാറ്റാം. പിന്നെ വന്നത് ഈ ഒരു മ്യൂവേ എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ UK ബ്രാൻഡാണ്. അപ്പം UK ബ്രാൻഡ് ഒരു മസ്കാരയാണിത്. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ട് പോലുമില്ല. ഞാൻ വാങ്ങിച്ചിട്ടേ ഉള്ളൂ, ഇത് ഓപ്പൺ ചെയ്തിട്ട് പോലുമില്ല സത്യം പറഞ്ഞാൽ. ഇതൊരു കോണ്ടോറാണ്. ഇതും ഡ്രഗ് സ്റ്റോർ ബ്രാൻഡാണെന്ന് തോന്നുന്നു. ഞാനിതും ചുമ്മാ വാങ്ങിച്ചേക്കണേന് ഞാൻ യൂസ് ചെയ്യാറില്ല. യെസ്, വെരി നൈസ്. ഇതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്കെല്ലാം താഴത്തേക്ക് വെക്കാം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ്. ഇത് ലെങ്തനിങ് മസ്കാര എന്ന് പറയും. ഇത് വൈറ്റ് പ്രൈമറായിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ്. കണ്ടോ, വൈറ്റ് ആയിട്ടിരിക്കും. ഇത് ആദ്യം യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ വൈറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ബട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ മസ്കാര ഇടുമ്പോൾ നല്ല രസമായിട്ടിരിക്കും കേട്ടോ, ലാഷസ് ഒക്കെ വെച്ച പോലെ. പക്ഷെ ഞാൻ ലാഷസ് വെക്കാറുണ്ട്. പിന്നെ ഇത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുള്ളൂ, അങ്ങനെ യൂസ് ചെയ്യാറില്ല. സോ അങ്ങനെ വാങ്ങിച്ചേക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. നല്ലതാട്ടോ, പ്രൈമർ നല്ലതാണ്. ഇത് ചാപ്സ്റ്റിക്കിൻ്റെ ഓർഡിനറിയാണ്. ചാപ്സ്റ്റിക്കിൻ്റെ ലിപ് ബാം എനിക്കിഷ്ടമാണ്, പക്ഷേ ഈ ഓർഡിനറി എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല. ബട്ട് എടുത്ത് വെച്ചേക്കണമെന്നേ ഉള്ളൂ. ഇതിൻ്റെ ചെറിയാണ് എനിക്കിഷ്ടം. ഇത് നമുക്ക് ആവശ്യമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഞാനിത് യൂസ് ചെയ്തിട്ട് പോലുമില്ല. ഇത് കാര്യം ഞാൻ യൂസ് ചെയ്യട്ടെ. ഇത് ഞാൻ തെമൂന്ന് എന്തോ വാങ്ങിച്ചതാണ്. എനിക്ക് അതിന് തെമൂന്ന് ഭയങ്കര മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വെറുതെ എടുത്ത് വെച്ചു, എന്തെങ്കിലും ചുമ്മാ രസത്തിന് ഞാൻ ഇവിടെ എടുത്ത് വെച്ചു. പക്ഷേ ഇത് ഞാൻ കളയണില്ല. ഞാൻ കുറേ പ്രോഡക്റ്റ്സ് കളഞ്ഞു കേട്ടോ. ഇത് ഞാൻ എനിക്കിത് കാണാൻ നല്ല രസമുണ്ട്, പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇതേപോലെയൊക്കെ വീഡിയോ എടുക്കും. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചേക്കണതാണ്. ഞാനിത് നോക്കട്ടെ. അടുത്തതും മ്യൂവയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യാറില്ല. ബട്ട് ഡ്രഗ് സ്റ്റോർ ബ്രാൻഡാണ് ഇവിടുത്തെ. നാട്ടിലെ പ്രൊഡക്ട്സ് വരും കേട്ടോ. ഇപ്പോൾ കൂടുതൽ ഞാൻ ഇവിടുത്തെ പ്രൊഡക്ട്സൊക്കെ ഉള്ള ഞാൻ എടുത്ത് കാണിക്കണമെന്ന് തോന്നുന്നു. യെസ്, ഇതും ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതെങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. മേ ബി സാക്ക് എടുത്ത് കളിച്ചിട്ട് അങ്ങനെ ആയതായിരിക്കും. പണ്ട് കളിച്ചതായിരിക്കും. ഇത് പകുതിയില്ല. ലുക്ക്, ഇത് ഞാനിങ്ങനെ ലിപ്സ്റ്റിക്ക് ഇത്ര യൂസ് ചെയ്യാറില്ല. സോ എൻ്റെ കയ്യിലൊക്കെ ആവണുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കുറച്ച് മെസ്സി ആയിട്ടിരിക്കണം. ആൻഡ് ഇത് വന്നത് ഐബ്രോ പെൻസിലാണ്. യൂസ് ചെയ്തിട്ട് പോലും ഇല്ല. ഇത് ബ്ലാക്കാണ്, പക്ഷെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബ്ലാക്ക് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബ്രൗൺ ആണ് യൂസ് ചെയ്യാറുള്ളത്. ബട്ട് സ്റ്റിൽ ഞാൻ എടുത്ത് വെക്കണേന് നമുക്ക് നഷ്ടമില്ലല്ലോ. പിന്നെ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഡീകോൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമാണ്. ഇറ്റ്സ് ലൈക്ക് ബ്രൈറ്റനിങ് ലിപ് ബാം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒരു
ടെക്സ്ചർ അത്ര പിടിച്ചില്ല, എന്തോ എനിക്കിഷ്ടമായില്ല, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തില്ല. ഇത് അതേപോലെ തന്നെ വാങ്ങിച്ചേക്കണ പോലെ തന്നെ എടുത്ത് വെച്ചേക്കണം. എനിക്കിഷ്ടമായില്ല, ഞാൻ ആകെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തില്ല, എന്തോ എനിക്കിഷ്ടമായില്ല. ആൻഡ് ഇത് ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചതെന്നൊന്നും അറിയില്ല, ഞാൻ എന്തായാലും യൂസ് ചെയ്യാറില്ല. ഇറ്റ്സ് എ ബ്ലഷ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ, നല്ല ഷെയ്ഡാണ്, ബ്രൗൺ ഷെയ്ഡാണ്. ഞാൻ അങ്ങനത്തെ ബ്രൗൺ ഷെയ്ഡ്, എനിക്ക് പീച്ച് അല്ലെങ്കിൽ നാച്ചുറൽ ബ്ലഷൊക്കെയാണ് ഇഷ്ടം, ഞാൻ അങ്ങനത്തെ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ ഇങ്ങനെ ചുമ്മാ എടുത്ത് വെച്ചേക്കണം, ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ മിക്കതും ഇതിൽ അങ്ങനെ വെച്ചേക്കണേ കാണുള്ളൂ, കാര്യം ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യണതൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് ഇരിക്കണത്. ഇത് കുറച്ച് മെസ്സി ആയിട്ട് ഇരിക്കണത് ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഐ മീൻ എപ്പോഴെങ്കിലുമൊക്കെ വലിച്ചു വാരി ഇട്ടേക്കണായിരിക്കും, ഞാനങ്ങനെ പിന്നെ അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഈ വീഡിയോ കാണിക്കാം, എന്തായാലും വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമുക്കിത് ക്ലീൻ ആക്കുമല്ലോ, വൃത്തിയാക്കാമല്ലോ, ഓർഗനൈസ് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ പിന്നെ വന്നത് ലിപ്പ് ലൈനറാണ്, ബ്രൗൺ ലിപ്പ് ലൈനറാണ്. യെസ്, ഇതൊക്കെ ഇവിടുത്തെ ബ്രാൻഡാണ്, സോ ബ്രാൻഡൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഇതൊരു ക്യൂട്ട് ലിപ്സ്റ്റിക്കാണ്, ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല ബിക്കോസ്, പക്ഷേ ഇത് അടിപൊളിയാട്ടോ. കാര്യം ഇത് യൂസ് ചെയ്യാത്ത വേറെ ഒന്നുമല്ല, ഇത് തേമോന്ന് ഞാൻ വാങ്ങിച്ചത്, അതുകൊണ്ട് എനിക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. ഞാൻ ഒരു പ്രാവശ്യം വന്നൊരു വീഡിയോ എടുത്തപ്പോൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ എനിക്കിത് കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കണം. പിന്നെ അത്ര ഭംഗിയില്ലാത്തത് ഞാൻ കളയുകയും ചെയ്തിട്ടാ. ഇത് എൽഫിൻ്റെ ഹലോ ഗ്ലോ ബ്യൂട്ടി ബാൻ ഹൈലൈറ്ററാണ്. ഇത് നല്ലൊരു ഹൈലൈറ്ററാണ്, പക്ഷേ എനിക്ക് ഫേവറേറ്റ് ഹൈലൈറ്റർ വേറെ ഉള്ളത് കൊണ്ട് ഞാൻ അത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇത് ഇടയ്ക്ക് വല്ല കാലത്തും ഒക്കെ ട്രൈ ചെയ്യണം കൊണ്ടാണ് ഈ ഒരു ബോക്സിൽ ഇരിക്കുന്നത്. നമുക്ക് എടുത്ത് വെക്കാം, ഇതെല്ലാം നമുക്ക് നല്ല ഓർഗനൈസ് ചെയ്ത് വെക്കാം. കാര്യം എനിക്ക് ഇതൊന്ന് വൃത്തിയാക്കാനുണ്ട്, കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ എന്തൊക്കെയോ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് യെസ്, ഇതൊരു ലിപ്സ്റ്റിക്കാണ്, ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഇത് എനിക്ക് തോന്നുന്നു താഴത്തേക്ക്, ഇത് നല്ല ബ്രൗൺ ആണ് കേട്ടോ, ലിപ്പ് ലൈൻ ചെയ്യാൻ നല്ലതായിരിക്കും, ബട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇരിക്കുന്നത്, ഇത് എപ്പോഴോ ഞാനിങ്ങനെ എടുത്തപ്പോഴേക്കും താഴത്തേക്ക് വീണതെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. എനിവേ, പിന്നെ ഇത് വാസ്ലിൻ്റെ ലിപ് ബാമാണ്, പക്ഷേ ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല. ഇപ്പം ഞാൻ കറൻ്റ് യൂസ് ചെയ്യണ ഓർഡിനറിയുടെ കേട്ടോ. പിന്നെ ചാപ്സ്റ്റിക്കിൻ്റെ ചെറിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അത് എപ്പോഴും യൂസ് ചെയ്ത് ഞാൻ എവിടെയോ വെച്ചിട്ട് അത് കാണാനില്ല. ഇപ്പം ഇങ്ങനെ ഇപ്പം തപ്പി പിടിക്കുമ്പോൾ മേ ബി കാണുമായിരിക്കും. യെസ്, നെക്സ്റ്റ് ഇത് ഞാൻ നാട്ടിൽ നിന്നും ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ബട്ട് ദ പ്രോബ്ലം ഭയങ്കര ഡ്രൈ ആയിരിക്കും ലിപ്സ്. പിന്നെ ഇത് ഭയങ്കര ചീപ്പുമാണല്ലോ, 99 റുപ്പീസോ നൈക്കയിലാണോ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല, ബട്ട് ഇതിൻ്റെ ആ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചേക്കണം. അത് ഞാൻ യൂസ് ചെയ്യാറില്ല ബിക്കോസ് എൻ്റെ ലിപ്സ് നന്നായിട്ട് ഡ്രൈ ആക്കാറുണ്ട്, പക്ഷേ ഷെയ്ഡ് അടിപൊളിയായതുകൊണ്ട്. പിന്നെ ഇത് ഭയങ്കര ചീപ്പായിട്ടുള്ള. പിന്നെ ഇത് മ്യൂയുടെ, ഞാനിപ്പം ലിപ് ഗ്ലോവ്സ് ആണ്, ഇത് ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു ബ്രാൻഡാണ്, ജസ്റ്റ് ഒരു നാച്ചുറൽ ഷെയ്ഡ്, നമ്മുടെ ലിപ്സിൻ്റെയൊക്കെ ഒരു ഷെയ്ഡായത് തന്നത്. ഇതും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, എല്ലാം എടുത്തിട്ട് നിങ്ങളോട് ഞാൻ യൂസ് ചെയ്യാറില്ല എന്നാണ് പറയണത്. പക്ഷെ എൻ്റെ ഫേവറേറ്റ്സ് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ടാവില്ല, കുഴപ്പമില്ല, നമുക്ക് അടുത്ത് ഈ ഒരു ബാഗൊക്കെ തുറക്കുമ്പോൾ മേ ബി കിട്ടുമായിരിക്കാം. ഇതൊക്കെ ഇങ്ങനെ ഇരിക്കണത് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കണതെന്ന് എനിക്ക് മനസ്സിലായില്ല. മേ ബി എന്തായിരിക്കും എന്തെങ്കിലുമൊക്കെ. ഇത് ലിപ് ബാമാണ് എനിക്ക്, പക്ഷെ എന്തോ ഡോട്ട് ആൻഡ് കീട ഗ്ലോസ് ചെറി പോപ്പ് എന്ന് പറഞ്ഞാലേ SPF ഒക്കെ ഉണ്ടോ, ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്, പക്ഷെ എനിക്കിഷ്ടമായില്ല കേട്ടോ, എനിക്കെന്തോ ഇഷ്ടമായില്ല, എന്തുകൊണ്ടാണ് ഇഷ്ടമാവാത്തതെന്ന് എനിക്കറിയില്ല. ലിപ് ബാമാണ്, മേ ബി ഇത് ഞാൻ എടുത്ത് കളയണേന്, കാര്യം ഇത് വെറുതെ വെക്കട്ടെ. ഇത് ഷെയ്ഡ് കണ്ട, ഷെയ്ഡിൻ്റെ അല്ല, എനിക്ക് ലിപ്സിലും അത്ര നോക്കണേ, ഈ ഒരു ഷെയ്ഡാണ് വന്നത്, ലിപ്സിലും എനിക്ക് അത്ര ഇഷ്ടമായില്ല, അതുകൊണ്ടാണ്. ഷെയ്ഡിൻ്റെ ആണോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ടും എനിക്ക് അത്ര ലിപ്സ് അത്ര എനിക്കൊരു സുഖമായിട്ട് തോന്നിയില്ല. ഷെയ്ഡും എനിക്ക് പേഴ്സണലി ഈ ഒരു ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇത് കളയണേണ്. ആൻഡ് എനിക്ക് തോന്നണം ഞാനിപ്പോൾ നിങ്ങളെ ഷെയ്ഡ് കാണിക്കുമ്പോഴേക്കും വൈപ്സ് എടുത്ത് വെക്കണമായിരുന്നു. യെസ്, നമുക്കിപ്പോൾ പോയി എടുക്കാം, ആവശ്യം വരും. ഇപ്പം എന്തെങ്കിലും ടിഷ്യൂ ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇത് നമുക്ക് കളയാൻ പാകത്തിലായിട്ട് ഞാൻ കുറേ എടുത്ത് അന്നൊരു ദിവസം വീട് ഇങ്ങോട്ട് മാറിയപ്പോഴേക്കും ഞാൻ എടുത്ത് കളഞ്ഞായിരുന്നു.
ഇത് മ്യൂയുടെ ഐജെല്ലാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ഈ ജെൽ ഐലൈനർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബിക്കോസ് ജെൽ ഐലൈനർ യൂസ് ചെയ്യാൻ കുറച്ച് പണിയല്ല. ഇവിടെ അതിൻ്റെ ബ്രഷ് ഉണ്ടായിരുന്നു, ബ്രഷൊക്കെ എവിടെയൊക്കെ പോയി. ഞാൻ യൂസ് ചെയ്യാറില്ല. ബട്ട് സ്റ്റിൽ എടുത്ത് വെച്ചേക്കണേ എപ്പോഴെങ്കിലും. ഞാൻ ഐലൈനർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതാണ്. ഇതെനിക്ക് സാമ്പിൾ കിട്ടിയതാണ്. ഏത് സാമ്പിൾ കിട്ടിയ ഒരു സാധനം എൻ്റെ കയ്യിൽ ഉണ്ടാവാറില്ല. എങ്ങനെയോ എൻ്റെ കയ്യിൽ മിസ്സാവും. ബട്ട് ഇത് ഏത് ബ്രാൻഡാന്ന് വരെ ഞാൻ മറന്നു. ഇത് നോട്ട് ഷുവർ ബെനിഫിറ്റിൻ്റെ ആണോ ഹ്യുദ ബ്യൂട്ടിയുടെ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും. യെസ്. പിന്നെ ഇതൊക്കെ ബ്രഷ്, ഇതൊക്കെ മറ്റേതൊന്നും ഞാൻ കളിക്കില്ല. എന്തിൻ്റെ എനിക്ക് തോന്നുന്നത് ഇതിലൊക്കെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്ത അത്ര വലിയ ബ്രാൻഡിൻ്റെ ചില നമ്മുടെ നാട്ടിലെ പ്രോഡക്റ്റ്സ് ഉണ്ട് ഇതിൽ. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്ത പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ്. റിമ്മൽ ലണ്ടൻ്റെ ഉണ്ട് ഇത്. ഐബ്രോ പെൻസില്, സോറി ഐബ്രോ പെന്നാണിത്. നന്നായിട്ട് ഇത് വരക്കാൻ പറ്റും. ബട്ട് ഇത് കുറച്ച് നാളായി ഇപ്പം ഇങ്ങനെ ഞാൻ കളയാൻ പോണേ. കുറച്ച് നാളായി. പിന്നെ നമ്മൾ ഐയിലോട്ട് യൂസ് ചെയ്യണതുകൊണ്ട് നമുക്കത് വേണ്ട, എടുത്ത് കളയാം. ബട്ട് ഇറ്റ് വാസ് ഓക്കെ കേട്ടോ, അത് നല്ലതായിരുന്നു. ഇത് ഞാൻ ഒരു കൊതി കൊണ്ട് വാങ്ങിച്ചതാണ്. എങ്കിൽ ഭയങ്കര തിളക്കമായി. ഇപ്പം എൻ്റെ ലിപ്സിൽ എനിക്ക് അങ്ങനെ അത്രയും തിളങ്ങിയിടണത്. എന്താ ഷിമ്മർ അല്ലേ, ഷിമ്മർ ലിപ്സ്റ്റിക്കാണ്. എനിക്ക് അങ്ങനത്തെ പൊതുവേ ഇഷ്ടമല്ല. പിന്നെ ഒരു കൊതി കൊണ്ട് എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് എടുത്തൊരു ബ്രാൻഡാണ്. ഓഫ് കോഴ്സ് ഞാൻ യൂസ് ചെയ്യാറില്ല, ബട്ട് ഞാൻ കളയണില്ല. അപ്പോഴെങ്കിലും നമുക്ക് വല്ല വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് നെയിൽ പോളിഷാണ് നമുക്ക് വേണ്ടത്. ഇത് ഐബ്രോ ആണ്. ഇത് അടിപൊളി ഐബ്രോ ലൈനറാണ് കേട്ടോ, സോറി ഐബ്രോ ജെല്ലാണ് കേട്ടോ. എനിക്കിത് ഇഷ്ടമാണ്, ബട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. ദാറ്റ്സ് ഇറ്റ്. അടുത്തത് വന്നത് സോറി ഇത് നൈബയുടെ ആണ്. ഓ ഗോഡ്, ഞാൻ ഇത് കളയാൻ പോണേ. ഞാൻ ഇത് ഒരു പ്രാവശ്യം ഇത് യൂസ് ചെയ്തിട്ട് ഒട്ടും ഇഷ്ടമായില്ല. ഞാനിപ്പോൾ ചുമ്മാ അങ്ങനെ കാണിച്ചിട്ട് എന്തോ നമ്മളിത് സൂക്ഷിച്ച് വെക്കണ്ട, ബിക്കോസ് പൊട്ടിപ്പോയി. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുമില്ല. ഞാൻ എന്തിനാ വാങ്ങിച്ചതെന്ന് വെച്ചാൽ കൊതി കൊണ്ട് വാങ്ങിച്ചതാണ്. ഈ നൈബയുടെ ഒക്കെ പ്രോഡക്റ്റ് ഇങ്ങനെ കുറേ റിവ്യൂസും കാര്യങ്ങളും അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ടല്ലോ. എനിക്ക് ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് നൈബയുടെ അത്യാവശ്യം യൂസ് ചെയ്തതിലും ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഐലൈനറും എനിക്ക് ഇഷ്ടമായിട്ടാണ്. വേറെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഞാൻ നൈബെ ഭയങ്കര അടിപൊളിയാണെന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. എനിക്കിഷ്ടമായില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് മാർസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മറ്റേ കുച്ചിപ്പൊടിയാണ്. ഈ ഷെയ്ഡ് അടിപൊളി ഷെയ്ഡല്ലേ, നൈസ്, എനിക്കിഷ്ടമാണ്. നമുക്കിത് എടുത്ത് വെക്കാം. ആൻഡ് ഇത് റെവല്യൂഷൻ്റെ ആണ്. ഇത് ഒരു നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. എനിക്കിഷ്ടമുള്ള ഷെയ്ഡാണ്. ബട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നത് മൊത്തം അധികം യൂസ് ചെയ്യാത്ത പ്രോഡക്റ്റാണ്. പിന്നെ ഇത് ജെല്ലിയാണ്. ജെല്ലി ബ്ലഷില്ലേ, നമുക്കിപ്പം ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായില്ല. ഓ മൈ ഗോഡ്, കുറച്ച് ഇടാൻ പാടില്ല. ഞാനിപ്പം നിങ്ങളെ കാണിക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആ പൗഡർ ഇട്ടതിൻ്റെ ആയിരിക്കാം കുറച്ച് ഡ്രൈ ആയിട്ട് എൻ്റെ ഇരിക്കണ കാര്യം. ഞാനൊന്നും ഇടാതെ വാഷ് ചെയ്തിട്ട് ഇരിക്കണമായിരുന്നു ഫേസ്. യെസ്, ഇതൊരു ബ്ലഷാണ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്. നല്ല ബ്ലഷാണ്, ജെല്ലി ബ്ലഷ്. അത് റെവല്യൂഷൻ്റെ ആണ്. ജെല്ലി ബ്ലഷ് ക്യൂട്ട്നെസ് കാരണം, ഈ ഒരു ക്യൂട്ട് പാക്കേജ് കാരണം ഞാൻ വാങ്ങിച്ചതാണ്. അടുത്തത് നൈക്കയുടെ കോണ്ടോർ പാലറ്റാണ്. പക്ഷെ കൺസീലർ ആൻഡ് കറക്റ്റ് പാലറ്റ് മീഡിയം ഷെയ്ഡാണ് ഇത്. ഞാനിത് യൂസ് ചെയ്യാറില്ല. ഇത് ശരിക്കും ഒരു മീഡിയം ടു ഡാർക്ക് സ്കിന്നിനൊക്കെ ആണ് ആവശ്യമുള്ളത്, നല്ലത്. പക്ഷെ ഞാനിത് യൂസ് ചെയ്യാറില്ല. ആവശ്യം വന്നാലും എടുത്ത് വെച്ചേക്കാം, നല്ല പ്രോഡക്റ്റ് അല്ലേ. ആൻഡ് ഇത് മാർസിൻ്റെ ലിപ് പോപ്പ് എന്ന് പറഞ്ഞത്. ഇത് ഇറ്റ്സ് ഓക്കെ ഞാൻ ഒരു ഉപയോഗിക്കാറില്ല, വെറുതെ വാങ്ങിച്ചു.
അയ്യോ ഞാനിപ്പം ഇവിടെ മാത്രം ബ്ലഷ് ഇട്ട്. എനിവേ യെസ്, എനിക്കിഷ്ടമായാന്ന് വെച്ചാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ബട്ട് ഞാൻ ആ ഒരു മാർസിൻ്റെ അടിപൊളിയാണല്ലോ പ്രൊഡക്റ്റ് എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. പിന്നെ വന്നത് ലോറിയൽ പാരിസിൻ്റെ ലിപ്സ്റ്റിക്കാണ്, റെഡ് ലിപ്സ്റ്റിക്. ബട്ട് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് വന്നത് നിവ്യയുടെ ലിപ് ബാമാണ്. ഓഫ് കോഴ്സ് ഞാൻ യൂസ് ചെയ്യാറില്ല. നമുക്കിത് കളയാൻ പറ്റും. ഇവിടെ വെച്ചിട്ട് സാക്കു ഇതെല്ലാം എടുത്ത് വെച്ച് സാക്കു ദാറ്റ്സ് ഓക്കെ. ഞാനിതിങ്ങനെ വെക്കാം, നോ വറീസ്. നമുക്ക് കളയാം. ആൻഡ് നെക്സ്റ്റ് വന്നത് മ്യൂയുടെ ഒരു ബ്ലഷാണ്. ആൻഡ് എനിക്ക് മ്യൂയുടെ എല്ലാ പ്രോഡക്റ്റും ഇഷ്ടമായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നൈസാണല്ലേ? വാവ്, നൈസ്. ഞാനിതാണ് യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നാച്ചുറലായിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ നാച്ചുറലായിട്ട് ഇരിക്കില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ബ്ലഷാണ് ഇങ്ങനത്തെ. ഇത് നോർമലി അങ്ങനെ അത്ര നാച്ചുറലായിട്ടിരിക്കില്ല. പക്ഷെ ഇത് കൊള്ളാട്ടോ, ഒരു അടിപൊളി. ഇത് ഞാൻ കണ്ടില്ല. ഇത് നമുക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റാം. ഡെസ്കി റോസ്. ബട്ട് മ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബ്രാൻഡാണ്. മ്യൂയുടെ പ്രോഡക്റ്റ്സ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇത് ഡ്രഗ് സ്റ്റോറാണ്. ബ്രാൻഡ് അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല, അഫോർഡബിളാണ് നമുക്ക്. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കുറേ. കൊള്ളാട്ടെ. ഇത് ഞാൻ യൂസ് ചെയ്തില്ല, ഇത് ഇഷ്ടം കൊണ്ട് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇത് മേബ്ലൈൻ്റെ കൺസീലറാണ്. ഞാൻ കൺസീലർ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ചുമ്മാ വാങ്ങിച്ച് വെച്ചേക്കണം. ഇത് നൈബേഡാണ്. നോക്കട്ടെ. ഇത് ഞാൻ കാജലാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഇതിൻ്റെ പകുതി ഇല്ല, നമുക്ക് കളയാത്. ഇതൊക്കെ ഐലൈനറാണ്. ഞാൻ യൂസ് ചെയ്യാറില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ഇതെടുത്ത് വെച്ചേക്കാം. ഇതൊക്കെ ആവശ്യമാണ്. ഇത് മേബിലൈൻ്റെ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ലാസ്റ്റിംഗ് ഡ്രാമ എന്ന് പറഞ്ഞ ലൈനറാണ്. ഇത് അടിപൊളിയായിട്ട് എഴുതാനും ആ ഒരു നല്ല രസമായിട്ട് എഴുതാൻ പറ്റും. കണ്ട ഇതിൻ്റെ ടിപ്പ് കണ്ടോ, ഇങ്ങനെ നല്ല ഭംഗിയിൽ എഴുതാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേബിലൈൻ്റെയാണ്, ലാസ്റ്റിംഗ് ഡ്രാമ എന്നാണ്. ഐ എം നോട്ട് ഷുവർ നാട്ടിലുള്ളതാണോ എന്ന്. ഇത് മറ്റേ ലിപ്പ് ഓയിലാണ്, പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ RDO കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. കാണാൻ നല്ല രസമില്ലേ? മറ്റേ ലിപ്പ് ഓയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണം. നോക്കട്ടെ, എന്തിൻ്റെ സ്ട്രോബെറിയുടെ ആണ്, യൂസ് ചെയ്യാറില്ല. ഇത് റെവല്യൂഷൻ്റെ. ഇതെന്താണാവോ, ഞാനിത് യൂസ് ചെയ്യാത്തതുകൊണ്ട്. ഓ, ഇത് ഐ പ്രൈമറാണേ. നമുക്ക് ലൈനറൊക്കെ ഇടുന്നതിന് മുമ്പ് ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഐ ഷാഡോ ഇടാം, അങ്ങനത്തെ. സ്റ്റിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല. തോന്നണ ലിപ്സ്റ്റിക് അല്ലല്ലോ നമ്മളിപ്പോൾ ഇട്ടത്. ഏതാ മാജിക് പോപ്പ് അതാണോ എന്ന് അറിയില്ല. എൻ്റെ ലിപ്സ് അത്ര എന്തോ. ഇതെന്താ? ഐബ്രോ ജെൽ. ഇത് റെവല്യൂഷൻ്റെ ആണ്, പക്ഷെ ഞാൻ ഇതെടുത്ത് കളയണേണ്. വെറുതെ എടുത്ത് ഞാൻ യൂസ് ചെയ്യാറില്ല. നേരത്തെ എന്തോ ഞാൻ എടുത്തിരുന്നല്ലോ, കളയാറുന്നല്ലേ. ഇതൊക്കെ വെറുതെ എടുത്ത് വെച്ചിട്ട് ഈ ഒരു മ്യൂയുടെ ഒക്കെ ഞാൻ കളയണേ. നമ്മൾ യൂസ് ചെയ്യാറില്ല, പിന്നെ ഇങ്ങനെ എടുത്ത് വെക്കണ്ടല്ലോ. അത് ഞാൻ കളഞ്ഞു. വേറെ എന്തെങ്കിലും കളയണോ അതിന്ന്? യെസ്, മാറ്റാം. ഇത് ഹുദ ബ്യൂട്ടിയുടെ ആണ്. ഞാൻ ഇത് സൂക്ഷിച്ച് വെച്ചേക്കണം. ആരെങ്കിലും ഒക്കെ വരുമ്പോൾ അവർക്ക് വേണമെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാമല്ലോ. ഈ ഒരു എനിക്ക് എൻ്റെ ടോണല്ല, അങ്ങനെ എടുത്ത് വെച്ചേക്കണം ഞാൻ. സോറി, എൻ്റെ ഷെയ്ഡല്ല. ആൻഡ് പാക്കിലൊക്കെ വെച്ചേക്കണം. ഇതാണ്. ഓ, ഇത് റെവല്യൂഷൻ്റെ ആണേ. സത്യം പറഞ്ഞ
യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാനിതിപ്പോൾ കളയാനാണ്. വാങ്ങിച്ചിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് ഇതെന്താ പ്രൈമറാണോ? ഇത് പ്രൈമറായിരുന്നു തോന്നാൻ. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇതെന്താന്ന് പോലും മാഞ്ഞു പോയി. കാര്യം വാങ്ങിച്ചിട്ട് ഞാൻ യൂസ് ചെയ്തില്ല. കുറച്ച് പെട്ടെന്ന് വന്നു. പക്ഷേ കുറച്ച് നേരം. ഇത് ബ്രോക്രയോൺ ആണ്. ഇത് ഞാൻ കളയണില്ല. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതെന്താ വൈറ്റ് കളർ? എനിക്കറിയില്ല ഇതെന്താ ഈ കളർ. ആ അപ്പം പിന്നെ ഞാൻ വീഡിയോ എടുത്തു. നെക്സ്റ്റ് നൈബയുടെ നാട്ടിലെ പ്രൊഡക്റ്റാണ് ഇത്. പ്രൈമറാണ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത പ്രോഡക്റ്റാണ്. ഞാനിത് റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചതായിരുന്നു നാട്ടിൽ നിന്ന്. ലൈക്ക് 260 റുപ്പീസ് എന്തോ ഉള്ളത് ഇതിൽ എഴുതിയേക്കണത്. സത്യം പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കറിയില്ല, നൈബയുടെ നല്ല മേ ബി എല്ലാവരും നല്ല റിവ്യൂ ആണ് അതിൻ്റെ പ്രോഡക്റ്റിന് ഇടണത്. പക്ഷേ എൻ്റെ സ്കിന്നിന് പറ്റിയില്ല ഇത്. പിന്നെ ഇത് റെവല്യൂഷൻ്റെ സ്പ്രേ ആണ്. സെറ്റിംഗ് സ്പ്രേ ആണ് ഞാൻ ബട്ട് യൂസ് ചെയ്യണത് ഞാൻ യൂസ് ചെയ്യണത് ഷാർലറ്റ് ടിൽബറിയുടെ ആണ്. ഞാൻ ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല. ബട്ട് ഇത് ഞാൻ എടുത്ത് വെച്ചേക്കണം എന്നുള്ളു. അടുത്തത് നമുക്ക് ഇത് ബ്ലഷാണ്. പൗഡർ ബ്ലഷ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാര്യം പൗഡർ ബ്ലഷ് യൂസ് ചെയ്യുമ്പോൾ അത്ര നാച്ചുറൽ ആയിട്ടിരിക്കില്ലല്ലോ. എനിക്ക് കൂടുതൽ ലൈക്ക് ലിക്വിഡ് ബ്ലഷ് യൂസ് ചെയ്യണതാണ് ഇഷ്ടം. പിന്നെ ഇത് ഷാർലറ്റ് ടിൽബറിയുടെ, പക്ഷേ ഇതിൻ്റെ അകത്തില്ല. മേ ബി ഞാൻ കൂടുതൽ യൂസ് ചെയ്യണം, അത്യാവശ്യം അടക്കി വെച്ചേക്കണമെന്ന് ഞാനത് എടുക്കണില്ല. അതിൻ്റെ ഒപ്പം ഉണ്ടായത് പാക്കറ്റ് മാത്രമേ ഉള്ളൂ. ഇത് നമുക്കറിയാം പാക്കറ്റ് എന്തെങ്കിലും സൂക്ഷിച്ച് വെച്ചേക്കണമെന്ന് എനിക്കറിയില്ല. ബ്രഷൊക്കെയാണ്. യെസ്, ഇതൊന്ന് ക്ലീൻ ചെയ്യണം. നമുക്ക് മാറ്റാം, ക്ലീൻ ചെയ്യാം. ഇത് മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ അന്ന് പണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നേക്കണേന്. പിന്നെ മാഴ്സിൻ്റെ ആയ കൊണ്ടും എനിക്ക് തോന്നണത് ഇത് ഓപ്പൺ ചെയ്താൽ ഇല്ല, യൂസ്ഡ് ബിഫോർ 2027 വരെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇത്ര നാളെന്നല്ല എഴുതിയേക്കണത്. ഓക്കെ, ഇത് ഞാൻ എക്സ്പയർഡ് ആയി എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബട്ട് എക്സ്പയർഡ് ആയെന്ന് വിചാരിച്ചു. ലൈക്ക് 2 ഇയറൊക്കെ അല്ലേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ലൈക്ക് 1 ഇയറൊക്കെ ആണല്ലോ. അപ്പം ഞാൻ അങ്ങനെ ഇത് യൂസ് ചെയ്യില്ലായിരുന്നു. ബട്ട് ഞാൻ ഇനി യൂസ് ചെയ്യാം. 2027 വരെ ഉണ്ട്. ഞാൻ ഇത് യൂസ് ചെയ്യാം. എനിക്ക് ഈ പാലറ്റ് ഇഷ്ടം കേട്ടോ. എനിക്ക് മാഴ്സിൻ്റെ യൂസ് ചെയ്ത മിക്കതും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ ലിപ് ഗ്ലോസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. നെക്സ്റ്റ് വന്നത് ഇത് പാക്കറ്റാണ്. ഞാൻ എല്ലാത്തിൻ്റെ പാക്കറ്റ് എന്തിനാണ് ഇവിടെ ഇട്ടേക്കണേന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യണ ഇതാണ് എംബ്രോലിസിസ് എന്ന് പറഞ്ഞ ആ മോയ്സ്ചറൈസർ. എനിക്ക് തോന്നുന്നത് മേക്കപ്പ് ചെയ്യണതിന് മുമ്പ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യണതാണല്ലോ, മോയ്സ്ചറൈസറാണല്ലോ ഇത്. പക്ഷേ ഞാനത് എപ്പോഴും യൂസ് ചെയ്യാറില്ല, ഇടയ്ക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ പാക്കറ്റ് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് കളയാം. ഇത് കുറച്ച് ബ്രഷാണ്. ഇത് യൂസ് ചെയ്യാത്ത ബ്രഷുകൾ അതേപോലെ തന്നെ എടുത്ത് വെച്ചേക്കുന്നത് നമുക്ക് അവിടെ തന്നെ വെക്കാം. ഇത് നാട്ടിലെന്തോ ബ്രാൻഡാണ്, എന്തോ വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഇതിൻ്റെ എക്സ്പയറി ഞാൻ നോക്കട്ടെ. നമുക്ക് കളഞ്ഞേക്കാം. ഇത് എക്സ്പയർഡ് ആയിട്ടുണ്ടാവും. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ വെച്ചേക്കണമെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് പോലുമില്ല. ഇത് പൗഡർ ബ്ലഷാണ്, ബ്ലഷ് ഡുവോ എന്നാണ് എഴുതിയേക്കണത്. ബട്ട് ഞാനിത് ബ്ലഷുകൾ ഞാൻ പൗഡർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമുക്കിതും കളയാം. നെക്സ്റ്റ് വന്നത് റെവല്യൂഷൻ്റെ ഐ ഷാഡോ പാലറ്റാണ്. ഇതിൻ്റെ ഷെയ്ഡൊക്കെ അടിപൊളിയല്ലേ, നല്ല രസമുള്ള ഐ ഷാഡോ പാലറ്റാണ്. ബട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഐ ഷാഡോ ഞാൻ ഹ്യുദയ ബ്യൂട്ടിയുടെയാണ് യൂസ് ചെയ്യാറ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സ്റ്റിൽ ഇത് എനിക്ക് ഷെയ്ഡ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചേക്കണം എന്നുള്ളൂ. നെക്സ്റ്റ് ഇത് മസ്കാരയാണ്, റെവല്യൂഷൻ്റെ തന്നെ. റെവല്യൂഷൻ്റെ എൻ്റെ കയ്യിൽ എന്തോരം കുറേ മസ്കാര ഉണ്ടായല്ലേ, ഞാൻ അതൊക്കെ എടുത്ത് കളഞ്ഞ്. എല്ലാം നല്ലതാണ് കേട്ടോ. റെവല്യൂഷൻ്റെ ഈ ഒരു മസ്കാര നല്ലതാണ്. ബട്ട് ഞാനിത് എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുമ്പ് ഓപ്പൺ ചെയ്തതാണ്. അതുകൊണ്ട് ഇത് കളയാൻ പോണേന്.
ഇത് വന്നത് നൈബയുടെ ഡൂയി ഡ്രോപ്സ് എന്ന് പറഞ്ഞ് ഈ ഫൗണ്ടേഷൻ ഭയങ്കര ഡ്രൈ ആക്കി എൻ്റെ സ്കിൻ. സോ ഫൗണ്ടേഷൻ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഡ്യൂയി ഡ്രോപ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ഗ്ലോസ് കണ്ടുകൊണ്ടല്ലേ ഡ്യൂയി എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്കിത് അത്ര ഇഷ്ടമായില്ല. ഇതിലും നല്ലതാ കെ ബ്യൂട്ടിയുടെ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ നല്ലത്. ഞാൻ ബ്ലഷ് എപ്പോഴോ യൂസ് ചെയ്തേക്കണം ബ്ലഷാണ്. നമുക്കിത് വാഷ് ചെയ്യണം, മാറ്റാം. സത്യം പറയാം ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. എടുത്ത് വെക്കാം. ഇത് നൈബയുടെ ലിപ്സ്റ്റിക്കാണ്. നൈബയുടെ ലിപ്സ്റ്റിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. സോറി, ഐലൈനർ മാത്രമല്ല ലിപ്സ്റ്റിക്ക് എനിക്ക് ഇഷ്ടമാണ്. ബട്ട് ഒരു ഷെയ്ഡ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഇത് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ കാണുമ്പോൾ നല്ല ക്യൂട്ട് കാണുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കണേ. പക്ഷേ ഞാൻ ഇത് സത്യം പറഞ്ഞാൽ പൗഡറായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്യില്ല. ബിക്കോസ് പൗഡറായിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മുടെ സ്കിൻ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കും. എനിക്ക് കൂടുതൽ ഞാൻ ചെയ്യണത് ഗ്ലോയി മേക്കപ്പാണ്. സോ അങ്ങനത്തെ ലിക്വിഡ് ഐറ്റംസ് ആയിരിക്കും ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. ബട്ട് കാണുമ്പോൾ ഒരു കൊതി തോന്നിയിട്ട് വാങ്ങിച്ചേക്കണേന്. ഇതും റെവല്യൂഷൻ്റെ ഒരു പാലറ്റ്. കാര്യം ഇത് ഞാൻ എപ്പോഴും നാട്ടിലേക്ക് എന്തോ കൊണ്ടുപോയി. അപ്പോൾ ഇത് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ വേറെ ഇത് വാങ്ങിച്ചതാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടായിരുന്നു. ബട്ട് അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ എനിക്കിത് ഇഷ്ടമാണ്. റെവല്യൂഷനാണ് ഇത് ലാക്മേയുടെ. ഞാൻ നാട്ടിൽ നിന്ന് ലൂമി ലൈറ്റ് ഹൈലൈറ്റർ ഇൻ മോയ്സ്ചറൈസർ രണ്ടും കൂടി ഉള്ളത് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ പ്രോഡക്റ്റ്. നാട്ടിലത്തെ പ്രൊഡക്ട്സ് കുറേയൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണത് എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് കേട്ടോ. പക്ഷേ ഞാൻ റിവ്യൂ കണ്ടിട്ട് ഇങ്ങനെ വാങ്ങിക്കും. നാട്ടിലെ ഓരോ സാധനങ്ങൾ നമ്മൾ കാണുമ്പോൾ കൊതിയാവില്ല നാട്ടിലെ സാധനം ഉപയോഗിക്കാൻ വേണ്ടി. പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. മിക്കതും ഇഷ്ടപ്പെടാത്തതാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. റിവ്യൂ കണ്ട് വാങ്ങിച്ചേക്കുന്നത്. ചിലത് മാഴ്സിൻ്റെയൊക്കെ നല്ലതാണ്, വേറെ ബ്രാൻഡിൻ്റെയൊക്കെ നല്ലതാണ്. ഇത് മേബിലൈൻ്റെയാണ്. ഇത് നല്ല രസമാണ്. ഇത് ബ്ലഷാണ്. ഭയങ്കര ഇഷ്ടം. ഈ ഒരു ബ്രൗൺ വേണമെങ്കിൽ നമുക്ക് ഹൈലൈറ്ററിൻ്റെ രീതിയിൽ ഉപയോഗിക്കാൻ വേണമെങ്കിൽ കോണ്ടോറായിട്ട് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു ബ്രൗൺ ആയതുകൊണ്ട് നല്ല രസമാണ്. പക്ഷേ ഇത് എന്തുകൊണ്ട് ഇവിടെ വെച്ചേക്കണമെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ എന്തായാലും യൂസ് ചെയ്യും. സോ ഞാൻ ഇത് വേറെ ഞാൻ കൂടുതൽ യൂസ് ചെയ്യണ പ്രോഡക്ട്സിൻ്റെ ഒപ്പം വെക്കാൻ പോണേന്. ആൻഡ് ഇത് ബോഡി ഷോപ്പിൻ്റെ മോയ്സ്ചറൈസറാണ്. യെസ്, ഇതിപ്പം കുറച്ച് നാളായി ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. സോ ഞാൻ ബിഞ്ച് ചെയ്യാൻ പോകണം. ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. ആൻഡ് ഇത് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ പിന്നെ ഷെയ്ഡ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചെടുത്ത് വെച്ചതാണ്. കാര്യം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. മേബിലൈൻ്റെ ഡ്രീം റേഡിയൻ ലിക്വിഡ്. ഇത് അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണല്ല. ഷെയ്ഡ് പിന്നെ ഫോട്ടോ എടുത്ത് വെച്ചാൽ അല്ലാന്ന് വിചാരിച്ചാൽ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കണതാണ്. പിന്നെ ഇതും ലോറിയൽ പാരീസിൻ്റെ ആണ്. ഇത് യെസ് ട്രൂ മാച്ച് എന്ന് പറഞ്ഞു. പക്ഷേ ഇതെടുത്ത് കളഞ്ഞേക്കാം. ഇത് ഞാൻ കളയാൻ പറഞ്ഞു. കുറേ നാളായി. ഇത് ഞാൻ ഫോട്ടോ എടുത്തിട്ട്. കാര്യം ഇതാണ് എനിക്ക് ഇതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പം മേബിലൈനാണ് എനിക്ക് ലോറിയലേക്കാട്ട് ഇഷ്ടപ്പെട്ടത്. സോ ഞാനിത് ഫോട്ടോ എടുത്തിട്ട് ഇതും കളയാമെന്ന് വിചാരിച്ചത്. വെറുതെ ഇവിടെ സൂക്ഷിച്ച് വെക്കണ്ടല്ലോ. പക്ഷെ എനിക്കിഷ്ടമായി. ഇത് ഹൈറോണിക് ആസിഡാണ്. ഇത് കുറേ നാളായി. ഇത് എക്സ്പയർ ആയോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല. സോ ഇത് ഞാൻ യൂസ് ചെയ്തില്ല. ഞാൻ വാങ്ങിച്ചു. ബട്ട് സെറം എൻ്റെ സ്കിന്നിന് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പൊതുവേ ഞാൻ സ്കിൻ കെയർ ഐറ്റംസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ മേക്കപ്പ് ഐറ്റംസാണ് കൂടുതൽ വാങ്ങിക്കണത്. സ്കിൻ കെയർ അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല. എൻ്റെ ഫേസിൽ ഹൈറോണിക് ആസിഡാണ് ഓർഡിനറിയുടെയാണ് വാങ്ങിച്ചത്. ഞാൻ റിവ്യൂ പറയാൻ മാത്രം ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല. സോ ഞാൻ കളയണേണ്. ഇത് ക്യൂട്ടിക്കൽ ഇതാണ് ഞാൻ വാങ്ങിച്ച് കുറച്ച് ഞാൻ യൂസ് ചെയ്ത്. പക്ഷേ എനിക്കിത് ഇഷ്ടമായിരുന്നു കേട്ടോ. നല്ല നമ്മുടെ നെയിൽസ് നല്ല മോയ്സ്ചറായിട്ട് വെക്കും. വേണമെങ്കിൽ നിങ്ങൾക്കിത് ശരിക്കും വാങ്ങിക്കാം. പക്ഷെ ഞാൻ എന്തോ അത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തില്ല. ആൽമണ്ട് ഓയിലിൻ്റെയൊക്കെയാണ്. പക്ഷേ ഇത് ഞാൻ പുറത്ത് വെക്കാൻ വേണം. ഞാൻ ഇനി യൂസ് ചെയ്യാം. ശരിക്കും വിൻ്റർ ടൈമിലായിരുന്നു ഇത് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ എന്തോ എടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ് ഇതിൽ. അതുകൊണ്ട് ഇത് കണ്ടില്ല, പിന്നെ യൂസ് ചെയ്തില്ല. കണ്ടോ, നല്ല ഓയിലാണ്. അടുത്തത് എസെൻസ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല നാട്ടിലേക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുമെന്ന്. എസെൻസിൻ്റെ ഒരു ലിപ് ഗ്ലോസ് ആണ്. നല്ലൊരു ഷെയ്ഡാണ്.
ഒബ്സാക്കാണത്. നല്ലൊരു ഷെയ്ഡാണ്, കാണിച്ചു തരാം. പക്ഷെ ഇത് ഒരുവിധം ആയി, അതുകൊണ്ട് നമുക്കിത് പിൻ ചെയ്യാം. ഇത് ഞാൻ ലിപ്സ്റ്റിക് സീരീസിൽ ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. വേണമെങ്കിൽ ലിപ്സ്റ്റിക് സീരീസിൽ ഞാൻ ചെയ്യാം. പിന്നെ എടുത്ത് വെക്കാൻ, എന്നിട്ട് ഞാൻ അത് കളയും. കാര്യം കുറച്ച് യൂസ് ചെയ്തിട്ട് അത് കുറച്ചേ ഉള്ളൂ. ഇത് റെവല്യൂഷൻ്റെ പാലറ്റാണ്. അതിന് യൂസ് ചെയ്യാറില്ല, ബട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കണേ. റെവല്യൂഷൻ്റെ കുറേ പാലറ്റ് ഉണ്ട്. ഇത് നൈക്കയുടെ പാലറ്റാണ്. ഇതും ഞാനിങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷെ നാട്ടിലെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വെക്കണേണ്. ഞാനെങ്കിൽ ഇത് സാക്കിന് കളറടിക്കാൻ കൊടുക്കാൻ. സത്യം പറഞ്ഞാൽ ഇത് ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ എനിക്കിത് യൂസ് ചെയ്യില്ല. ഞാനിങ്ങനെ നമുക്കൊരു സന്തോഷമല്ലേ ഇത് കാണുന്നത്, അതുകൊണ്ട് എടുത്ത് വെച്ചേക്കണം. അങ്ങനെ കിട്ടാത്ത പ്രൊഡക്റ്റ്. എൻ്റെ ഐ ഷാഡോ ബ്രഷ് ഇത് ക്ലീൻ ചെയ്യണം. ആൻഡ് ഇത് പോൺസിൻ്റെ എന്തിനാണാവോ ഞാൻ വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല. നാച്ചുറൽ ഗ്ലോ എന്ന് പറഞ്ഞ ഈ ഒരു പിങ്ക് ഗ്ലോ വാങ്ങിച്ചിട്ടുണ്ട്. അയ്യോ, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എനിക്ക്. കൊള്ളാം, പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. മേ ബി നമുക്ക് വർക്കിന് മുമ്പ് ഇത് യൂസ് ചെയ്യാം അല്ലേ. ബട്ട് ഇത് ഡേറ്റ് കഴിഞ്ഞ് കാണും, കുറച്ച് നാളായി. യെസ്, 12/25. ഇതും കളയണം. ഇത് മാക്കിൻ്റെ എനിക്കിഷ്ടമാണ്, സ്ട്രോബ് ക്രീമാണ്. ബട്ട് ഞാനിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ ഒരു ബോക്സിലിരിക്കുന്നത്. പിന്നെ മ്യൂവയുടെ ലിപ്സ്റ്റിക്കാണ്, എനിക്കിഷ്ടമാണ് മ്യൂവയുടെ. ഞാൻ പറഞ്ഞില്ല, കുറേ ഷെയ്ഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് സാക്ക് എടുത്ത് കളിച്ചതാണെന്ന് തോന്നുന്നു. ഞാൻ ഇത് കളയാനാണ്. ഇത് ഇങ്ങനെ ഇരിക്കണം. എനിക്കിതെടുത്ത് കളയാം. ഇത് സാക്ക് കുറച്ചും കൂടി ചെറുതായിരുന്നപ്പോൾ എടുത്ത് കളിച്ചതാണ്. ഇതെനിക്ക് മേബലൈൻ്റെ, ഇഷ്ടമായിരുന്നു. ബട്ട് ഇപ്പം ഞാൻ ഇതിപ്പം കളയും. കുറച്ച് നാളായി ഞാൻ ഈ ഒരു ഇതിലെടുത്ത് വെച്ചിട്ട്. പിന്നെ ടിൻ്റാണ് ഇത്, നല്ല ടിൻ്റാണ്. വൈറ്റമിൻ സിയും കൂടി ഉള്ളതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കൂടുതൽ ഇതായിരുന്നു യൂസ് ചെയ്യാറ്, സ്കിൻ ടിൻ്റാണ്. ഇപ്പം ഞാൻ ഫൗണ്ടേഷനും സ്കിൻ ടിൻ്റും ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ഇത്. പക്ഷെ ഞാൻ എടുത്ത് കളയണേന് കുറച്ച് നാളായി. വെറുതെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഡേറ്റ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്, അതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് യെസ്, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇത് ഇത് മേബലൈൻ. ഇത് ഷെയ്ഡൊക്കെ പീച്ചി ലിപ്പി ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ ഇപ്പോൾ പുറത്തോട്ട് എടുക്കണതാണ്. 601. ഇത് ലോറിയലിൻ്റെ ആണ്, സോറി മേബലൈൻ അല്ല, ലോറിയലിൻ്റെ ആണ്. അതൊക്കെ ഞാൻ പുറത്തേക്ക് എടുക്കണേ. ഇത് അല്ലോ ലിപ്പ് ഓയിൽ. ഞാൻ പാക്കറ്റ് പോലും പൊട്ടിച്ചിട്ടില്ല, ബട്ട് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല. എനിക്കെന്തോ ഞാൻ കളയാൻ പോണേ. വെറുതെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ, ലിപ്പ് ഓയിൽ യൂസ് ചെയ്യാത്ത നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് ബ്ലഷ് പൊതിഞ്ഞ് കെട്ടിയത് പൊട്ടാതിരിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. അതേപോലെ തന്നെ കളയണില്ല, ചുമ്മാ ഇരുന്നോട്ടെ, യൂസ് ചെയ്യാറില്ല. ആൻഡ് ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പ്രൈമറാണ്. വെറ്റ് ഇത് കളയാൻ പോണേന് കുറേ നാളായി ഇതിൽ കിടക്കണത്. എക്സ്പയർഡ് ആയിട്ടുണ്ടാവും, നമുക്കെടുത്ത് കളയാം. സോ ഈ ഒരു ബാഗിൽ അത്രയുള്ള. പിന്നെ ഉള്ളത് കുറേ ലിപ്പ് ലൈനർ ഉണ്ട്, പിന്നെ ബ്രഷ് ഉണ്ട്. ബ്രഷ് അത്ര യൂസ് ചെയ്ത് കഴുകേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ബെനിഫിറ്റിൻ്റെ എന്നാണ് ഐബ്രോ പെൻസിലും പിന്നെ ഫൗണ്ടേഷനുമാണ്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതിപ്പം തിരിച്ചൊതുക്കി വെക്കാം. എന്നിട്ട് അടുത്ത ഈ ഒരു ഇത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. സോ നെക്സ്റ്റ് വന്ന് നമുക്ക് ഈ ഒരു പൗച്ച് ഓപ്പൺ ചെയ്യാം. ഇത് പാക്കറ്റ് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കണേ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ബേബി യൂസിൻ്റെ ഒപ്പം മറ്റേ സൺസ്ക്രീനിൻ്റെ ഒപ്പം ഞാൻ വാങ്ങിച്ചേക്കണേ. അതേപോലെ തന്നെ പാക്കറ്റ് പൊട്ടിക്കാതെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. ഇത് റോൾ ഓണാണ്.
ഞാൻ ബട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കാർമസിയുടെ റോളോ ഞാൻ സത്യം പറഞ്ഞ ഇത് അന്ന് വൈറലായപ്പോൾ എന്തോ വാങ്ങിച്ചത്. പക്ഷേ ഇത് 2026 ജൂലൈ വരെ ഉണ്ട്. ആരെങ്കിലും വരുമ്പോൾ നമുക്ക് കൊടുക്കാം. ഇത് ജൂലൈ വരെയെങ്കിലും യൂസ് ചെയ്യട്ടെ. ഇരിക്കട്ടെ. ഞാൻ റോളോൺ അങ്ങനെ യൂസ് ചെയ്യാറില്ല. കുഴപ്പമില്ല. നെക്സ്റ്റ് വന്നത് ഉണ്ടാക്കില്ല. സോ നെക്സ്റ്റ് വന്നത് ഇതൊക്കെ ഞാൻ അത്യാവശ്യം യൂസ് ചെയ്യണ പ്രോഡക്റ്റാണ്, അതുകൊണ്ടാണ് ഇത് ഇതിൽ കിടക്കണം. പക്ഷേ ഈ റോളോൺ എന്താ ഇതിൽ വന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് റോളോൺ എന്തായാലും നമുക്ക് ആർക്കെങ്കിലും യൂസ് ചെയ്യണം, ആർക്കെങ്കിലും കൊടുക്കാം. അവിടെ ഇരിക്കട്ടെ. ഇത് എൽഫിൻ്റെ ഫിൽറ്ററാണ്. ഇപ്പോൾ കറൻറ്റ് ഫേവറേറ്റ്. മേബിലൈൻ ടിൻ്റ് ഇഷ്ടപ്പെട്ട അതിനേക്കാളും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇത് എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചേക്കണേന് ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എൽഫിൻ്റെ ആണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യണ ഒരു പ്രോഡക്റ്റാണ്. ഇതും ഞാൻ റെക്കമെൻഡ് ചെയ്യണ പ്രോഡക്റ്റാണ്, ബെനീറ്റിൻ്റെ. നിങ്ങൾ കൂടുതൽ എന്താ ലിപ്സ് ലൈക്ക് മേക്കപ്പ് ബോക്സിലൊക്കെ ഇതൊക്കെ ആയിരിക്കും കാണുന്നത്. ആൻഡ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഇവിടുത്തെ എൻ്റെ കാറ്റ്രിച്ച് എന്ന് അങ്ങനെ എന്തോ ബ്രാൻഡാണ്. ഇത് നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. എനിക്കറിയില്ല, നിങ്ങൾ കാണുന്നുണ്ടാവും. നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. എടുത്ത് വെച്ചേക്കണേന് എന്തെങ്കിലും മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ ഈ ഒരു മേക്കപ്പ് ബോക്സിൻ്റെ കൂടെ വെക്കാം, മേക്കപ്പ് ബോക്സിൽ വെക്കാം. ഇത് ഐലൈനറാണ്. ഞാൻ കൂടുതൽ യൂസ് ചെയ്യണ ഐലൈനേഴ്സാണ്. ലൈക്ക് മേബിലൈൻ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ഇത് റിമൽ ലണ്ടൻ്റെ ആണ്. ഇത് രണ്ടും എനിക്കിഷ്ടം. പക്ഷേ ഇതാണ് എൻ്റെ ഫേവറേറ്റ്, മേബിലൈൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം എനിക്കിഷ്ടമാണ്. ഭയങ്കര അടിപൊളി പ്രോഡക്റ്റ്സാണ് കേട്ടോ. ഇതും കാറ്റ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ബ്രാൻഡാണേ. വേണമെങ്കിൽ ലിപ്സ്റ്റിക് വെച്ച് വരച്ച് വെച്ചു. ആൻഡ് ഇതും ഇവിടുത്തെ ഒരു ബ്രാൻഡാണ്. ഞാൻ ഇതിപ്പോൾ കറൻ്റ്ലി പുതിയതായിട്ട് വാങ്ങിച്ചേക്കണം. അപ്പോൾ എടുത്ത് വെച്ചേക്കണേ. സാക്കോ അത് എടുത്ത് വെച്ചേ. ഇത് ഇറസിസ്റ്റബിൾ. നിങ്ങൾ തന്നെ റെക്കമെൻഡ് ചെയ്താൽ എനിക്കിഷ്ടമുള്ള മിക്കതും മേബിലൈൻ്റെ ഈ ഒരു ബ്രാൻഡ് വന്നത് നിങ്ങൾ റെക്കമെൻഡ് ചെയ്തതാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചേക്കുന്ന ലിപ്സ്റ്റിക്കുകളാണ്. ഇതെനിക്കിഷ്ടമാണ്. പിന്നെ ലോറിയലിൻ്റെ ഈ ഒരു സൗണ്ട് കുറച്ച് വെക്കോ മോനെ. ഈ ഒരു പിന്നെ വന്നത് ഈ ലോറിയലിൻ്റെ ഈ 630 ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കുകൾ എനിക്ക് തോന്നണം എല്ലാം നമുക്ക് ഇതിൽ കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിലോട്ട് ഇടണേന്. പിന്നെ ഇത് പുതിയതായിട്ട് ഇപ്പോൾ വാങ്ങിച്ചേക്കണ ഒരു ഗോൾഡൻ ഗ്ലോ ബ്രോൺസിങ് ഡ്രോപ്സാണ്. നൈസാണ്. ഇത് ബെനീറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. സെറാവയുടെ ഇത് കുറേ സാമ്പിളുടെ മോയ്സ്ചറൈസറും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ബട്ട് എന്തുകൊണ്ട് ഇവിടെ വന്നേക്കണേന്ന് എനിക്കറിയില്ല. തൽക്കാലം ഇത് ഇവിടെ കിടക്കട്ടെ. എനിക്കിത് ക്ലീൻ ചെയ്യാനുള്ളതാണ്. ബ്രഷൊക്കെ അത് നമുക്ക് മാറ്റി വെക്കാം. ഇത് വന്നത് ഷാർലറ്റ് ടിൽബറിയുടെ ലിപ്പ് ലൈനറാണ്. ഞാൻ കൂടുതൽ ആ ഒരു ബ്രാൻഡിൻ്റെ ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യണ ബാഗ്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ച് പൊട്ടിച്ചിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ഈ ലിപ്പ് ലൈനർ ഐലൈനർ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വെച്ചേക്കണേനും. ഐലൈനറും ഉണ്ട്, ലിപ്പ് ലൈനറും ഉണ്ട്. രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചേക്കണം. ഞാൻ റെവല്യൂഷൻ്റെ മാത്രമായിട്ട് ഒരു മേക്കപ്പ് വ്ളോഗ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒരു പ്രാവശ്യം ഞാനെന്തോ യൂസ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ജെല്ല് യൂസ് ചെയ്യാറില്ല. ഇത് വന്നത് ടെഡീറ്റിൻ്റെ അല്ലേ, എനിക്കിഷ്ടമുള്ള ഷെയ്ഡാണ്. ഇത് ഷാർലറ്റ് ടിൽബറിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് അതിൻ്റെ സാമ്പിളാണ്. BBF ജേഴ്സ് ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യണം എൻ്റെ സൺസ്ക്രീനിൻ്റെ. ഇത് മസ്കാരയുടെ എനിക്ക് തോന്നുന്നത് ഞാൻ ടയേർഡായിരുന്നു. ഐലാഷ് ഗ്ലൂ ആണ്. ഞാൻ ടയേർഡായി. കാര്യം വർക്ക് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കണം. അതുകൊണ്ട് കുറച്ച് ടയേർഡാണ്. ഞാൻ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ആൻഡ് ഇത് വന്നത് നിക്സിൻ്റെ റിമോട്ടൊക്കെ ഇതിൻ്റെ അകത്ത്. ഇത് വന്നത് നിക്സിൻ്റെ ഗ്ലോസറാണ്. ഇത് ഫസ്റ്റ് ഇടാൻ ഭയങ്കര ഡാർക്കാണ്, എനിക്കിഷ്ടമല്ല. ബട്ട് മായ്ച്ച് കളയുമ്പോൾ നമ്മുടെ ലിപ്സിൻ്റെ ഒക്കെ പോലെ തന്നെ എനിക്കിഷ്ടമാണ് കേട്ടോ ആ ഒരു ഷെയ്ഡ് വന്നത്. ആ മായ്ച്ച് കളയുമ്പോഴാണ് ഇങ്ങനെ നമ്മൾ ആദ്യം ഇങ്ങനെ ഇടും, എന്നുവെച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് വൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ടാവും. അത് നല്ല രസം. ഇതും സൺസ്ക്രീനാണ്, ലാ റോഷ്-പോസയുടെ. ഓഫ് കോഴ്സ് ഞാൻ യൂസ് ചെയ്യണ തന്നെ സൺസ്ക്രീൻ തന്നെയാണ്. സമ്മർ ടൈമിൽ യൂസ് ചെയ്യണ സൺസ്ക്രീനിൻ്റെ സാമ്പിളാണിത്.
ഇത് നമുക്ക് തിരിച്ചെല്ലാം ഇതിലിടാം. ബ്രഷ് മാത്രം നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടി ഇടാം. ആൻഡ് ഞാൻ ഒരു കാര്യം ചെയ്യാം, ലിപ്സ്റ്റിക്കുകൾ ഈ ഒരു മേബലൈൻ്റെ ഒക്കെ ഞാൻ ഇതിലോട്ട് തന്നെ ഇടണേണ് കാര്യം. അല്ലെങ്കിൽ അത് ഇരുന്നാൽ അതങ്ങനെ ഇരുന്ന് പോകും, പിന്നെ ഞാൻ യൂസ് ചെയ്യില്ല. സോ ഇതൊക്കെ ഞാൻ ഇതിലോട്ട് തന്നെ ഇതിലിങ്ങനെ തന്നെ വെച്ചേക്കാം. അടുക്കി ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കുറച്ച് ക്ലീൻ ആക്കി ഞാൻ. ഇത് നമുക്ക് ഈ ഒരു പൗച്ചിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. എന്തെങ്കിലും ഇതിലും മേക്കപ്പ് സാധനമുണ്ട്, അല്ലാത്ത സ്വിച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ടാബ്ലറ്റാ എന്താ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ. ഇത് ഈസി ബേക്കിൻ്റെ പൗഡറാണ്, ഞാൻ അതേപോലെ തന്നെ വെക്കാം. സാമ്പിളാണ്. ഈസി ബേക്കിൻ്റെ ഷുഗർ കുക്കി, ചെറി ബ്ലോസം കേക്ക്, പൗണ്ട് കേക്ക്. പക്ഷെ എനിക്കിഷ്ടം ബനാന കേക്ക്, ആ ഒരു ഇതാണ്. ഇതൊരു ക്യൂട്ട് ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ സത്യം പറഞ്ഞ 3 ക്യൂട്ട്നെസ് കണ്ടിട്ട് ഞാൻ അന്ന് എന്തോ വാങ്ങിച്ചതാണ്. പക്ഷേ ഷെയ്ഡൊക്കെ നല്ലതാണ്, ഇത് യൂസ് ചെയ്താലും നല്ല രസമായിരിക്കും. ബട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇത് ഭംഗിക്ക് വേണ്ടി ഞാൻ ഇവിടെ വെച്ചിരുന്നത്. നമുക്ക് ആ ഒരു മേക്കപ്പ് ഇതിലോട്ട് ഇടാനായിരുന്നു. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്ത പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പം ഇത് ഇത് വാഷ് ചെയ്യണം. ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇതിങ്ങനെ കിടക്കണം കണ്ടിട്ട് വാഷ് ചെയ്യണം എന്ന് എനിക്ക് തോന്നണം. എനിക്കിത് ഇതിലോട്ട് തന്നെ തിരിച്ചിടാം. ഇത് എൽഫിൻ്റെ ബ്ലഷാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ആ ഒരു ബോക്സിലോട്ട് ഞാൻ ഇടാനാണ്. ക്ലെൻസറാണ് ഇത്, സെറാവയുടെ. അതൊക്കെ നമുക്ക് ഇതിൽ തന്നെ ഇടാം. ഇതെനിക്ക് തോന്നുന്നത് മ്യൂവയുടെ ബ്ലഷാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ ആ ഒരു ഇതിലോട്ടിട്ടാണ്. ഇത് സെറാവയുടെ മോയ്സ്ചറൈസർ. ഇത് കുറച്ച് ഇത് ടിൻഡർ സൺസ്ക്രീനാണ്. ഇത് ഞാൻ ഇവിടെ തൽക്കാലം വെക്കണേ. നമുക്കൊന്ന് ഇത് യൂസ് ചെയ്ത് അങ്ങോട്ട് തീർത്തേക്കാം. ഇത് ഹൈഡ്രാ ലിപ് പെപ്റ്റൈഡ് ലിപ് ബാമാണ്. നല്ല സ്മെല്ല്. എന്താ ഞാനതിലിട്ടേക്കണെന്ന് എനിക്കറിയില്ല. നല്ലതായിരുന്നു, ബട്ട് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്ക് ഈ മ്യൂവയുടെ ഈ ഒരു ബ്രാൻഡ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രൊഡക്ട്സ് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചേക്കണേന്ന്. കുറച്ച് സ്റ്റിക്കിയാണ്ടോ. സാക്കു ഈ പെന്നെടുത്തോ. പിന്നെ കുറച്ച് ബ്രഷുകളുണ്ട്, അത് ഞാൻ ക്ലീൻ ചെയ്യാൻ. ഇതേ അവിടെ ഇതിൽ ലിപ് ലൈനറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലോ സ്റ്റിക്ക്. ഗ്ലോ സ്റ്റിക്ക് നമുക്കിത് റെവല്യൂഷൻ്റെ മേക്കപ്പ് ചെയ്യുമ്പോൾ എടുക്കാവേ. തൽക്കാലം ഇതിലോട്ടിടാം. മാർക്കറൊക്കെ അത് പിന്നെ ഐബ്രോ പെൻസിലാണ്. പിന്നെ ഉള്ളത് നമുക്ക് പൊട്ടും കാര്യങ്ങൾ ഇതിലോട്ട് തന്നെ ഇട്ടിട്ട് ഞാൻ തൽക്കാലം ഇതിലോട്ട് തന്നെ വെക്കണേന്. ഒന്നും അങ്ങനെ യൂസ് ചെയ്യാത്തത്. പിന്നെ വന്നത് ഐലാഷ് ഗ്ലൂ ആണ്. ഇത് ഞാനവിടെ വെക്കണേന്. പെൻ നമുക്ക് സാക്കിന് കൊടുക്കാം. അപ്പോൾ കുറച്ച് ആവശ്യമില്ലാത്തതൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ച് ക്ലിയർ ചെയ്യാനുണ്ട്. എന്നിട്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏകദേശം ആവശ്യമില്ലാത്തതൊക്കെ കളഞ്ഞുകൊണ്ട് ഇനി വേഗം ക്ലീൻ ചെയ്ത് അടുക്കി വെക്കാൻ എളുപ്പമാണല്ലോ. ഓരോരോ പൗച്ചായിട്ട്, ഇപ്പോൾ ലിപ്സ്റ്റിക് ആണെങ്കിൽ ഒരു പൗച്ച് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം പ്രോഡക്റ്റ് ഉണ്ട്, വേറെ ഇതും എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യണതും എൻ്റെ ഈ അടുത്തടുത്ത വ്ളോഗിലുള്ളതും കൊണ്ട് ഞാൻ അതൊന്നും കാണിക്കണില്ല. അല്ലാത്തവർക്ക് എൻ്റെ ലിപ് സീരീസ് ഇതെല്ലാം കാണാം. അപ്പോൾ ഈ വ്ളോഗ് അത്യാവശ്യം ലെങ്തി ആണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇത്രയും നേരം സഹിച്ചത് കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു. ഇത് നിങ്ങൾ നിങ്ങൾ കൂടുതൽ എന്നോട് ചെയ്യണം എന്ന് പറഞ്ഞ വീഡിയോ ആയതുകൊണ്ട് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണിത്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇങ്ങനത്തെ കുട്ടി വീഡിയോസായിട്ട് ഞാൻ വരാം. സോ താങ്ക് യു ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിന്. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. സോ ബൈ.
ബൈ.